യാ മോനെ, ഇന്ന് ഞാൻ കണ്ണൂരിൽ നിന്ന് എറണാകുളത്തേക്കുള്ള ഒരു ഡ്രൈവിലാണ് കേട്ടോ. അപ്പോൾ എന്നെ ലിറ്ററലി ഞെട്ടിച്ചളഞ്ഞു. കാരണം സാധാരണ ഞാൻ രാത്രി സ്ലീപ്പർ ബുക്ക് ചെയ്തിട്ട് കണ്ണൂരിൽ നിന്ന് എറണാകുളമാണെങ്കിൽ, എറണാകുളത്ത് നിന്ന് കണ്ണൂരാണെങ്കിൽ സ്ലീപ്പർ ബസ്സിലാണ്. അതുകൊണ്ട് ഇതിൻ്റെ പുറം കാഴ്ചകളൊന്നും എനിക്ക് കാണാറില്ല. പക്ഷെ ഞാൻ ഇന്ന് കണ്ണൂർ മുതൽ എറണാകുളം വരെ യാത്ര ചെയ്തതിൽ റോഡിൻ്റെ മാറ്റം കണ്ടിട്ട് ഞാൻ ലിറ്ററലി അന്തം വിട്ടുപോയി കേട്ടോ. കാരണം എന്താ പറയുക, എന്താ ദുബായ് ടൈപ്പോ അല്ലെങ്കിൽ നമ്മൾ മൈസൂർ ബാംഗ്ലൂർ ടൈപ്പിലുള്ള ഹൈവേ, ആ ഒരു ലെവലിൽ നിൽക്കുന്ന റോഡുകൾ, ഹൈവേ എനിക്ക് ലിറ്ററലി എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ അഡ്മയർ ചെയ്തിട്ടാണ് കേട്ടോ. അതായത് നമ്മൾ കണ്ണൂരിൽ നിന്ന് സാധാരണ എറണാകുളത്തേക്ക് ഡ്രൈവ് ചെയ്തിട്ട് വരുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ക്ഷീണമോ അല്ലെങ്കിൽ ആ ഒരു ടൈം ടേക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങളോ ആ റോഡിൽ കൊണ്ടുപോയി ഒന്നും തന്നെ ഇല്ല. നമ്മൾ എന്താ പറയുക, ഷൂന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോരൽ തന്നെയായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഏത് പാർട്ടിയുടെയോ ഒന്നുമല്ല, ഇത് പാർട്ടിയുടെ ഒന്നും സപ്പോർട്ട് ചെയ്യുന്നതല്ല. ഇത് ആരുടെ പ്രോജക്റ്റ് ആണെങ്കിലും ഇത് ഗംഭീരമായിട്ടുണ്ട്, ഒന്നും പറയാനില്ല. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു റോഡ് ട്രാവലിംഗ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഇത്രയും സാധാരണ ഞാൻ ട്രാവൽ ചെയ്ത് ഇവിടെ എത്തുമ്പോഴേക്കും ഞാൻ കുഴഞ്ഞു മരിക്കാറാണ് പതിവ്. പക്ഷേ എനിക്ക് ഭയങ്കര ഹാപ്പിയായി, ഭയങ്കര കംഫർട്ടബിളായിട്ട്, ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു ജേണി ആയിരുന്നു കേട്ടോ ഇത്. അതുകൊണ്ട് എനിക്കൊന്നും പറയാനില്ല. ഓ സൂപ്പർ. അതിൻ്റെ ഇടയിലുള്ള എന്താ പറയുക, ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും ഒരു യൂട്ടേണൊക്കെ എടുക്കണമെങ്കിൽ ദൂരെ പോയിട്ട് എടുക്കണമെന്നൊക്കെ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല. പിന്നെ ഫുഡ് ഹബ്ബൊന്നും ഇപ്പം നമ്മുടെ പുതിയ ഹൈവേ ആയിട്ട് ജോയിൻ്റ് ആക്കാനായിട്ടില്ലല്ലോ. അപ്പോൾ ഫുഡ് ഹബ്ബൊക്കെ എവിടെയൊക്കെയാണ് ഉള്ളതെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പം എന്തായാലും എനിക്ക് അടിപൊളിയായിട്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ജേണി. അപ്പോൾ ഞാൻ ഒരു പാർട്ടീൻ്റെയും ആളല്ല, ഒരു പാർട്ടീനെയും സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല. പക്ഷേ ഈ പ്രോജക്റ്റ് നമുക്ക് എന്തായാലും ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ള കാര്യമാണ്. ഒരു സമയം ആ സ്പീഡിൻ്റെ അതുകൊണ്ട് ഒരു ക്യാമറ അടിച്ചു കേട്ടോ, കുഴപ്പമില്ല. പക്ഷേ ഭയങ്കര ഹാപ്പിയാണ്. ഇനി ഇത് തന്നെയാണ് എൻ്റെ ജേണി. ഓക്കെ, ഞാൻ പറയുന്നത് എന്താ വെച്ചാലേ, നമ്മുടെ കേരളത്തെ ഒരു രാജ്യമായിട്ട് കൺവേർട്ട് തന്നെ ചെയ്യണം. നമ്മുടെ ഇന്ത്യയിൽ, അതായത് നോർത്ത് ഇന്ത്യയിലൊക്കെ ട്രാവൽ ചെയ്തപ്പോൾ ആ ഒരു എന്താ പറയുക, നമ്മുടെ കേരളം വേറൊരു രാജ്യം തന്നെയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അത്രക്കും അടിപൊളിയാണ് നമ്മുടെ. ദിസ് ഈസ് അവർ റിയൽ കേരള സ്റ്റോറി. ഓക്കെ.